ഈ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകി. പക്ഷേ കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ പല വിധത്തിലാണ് ഇതിനെ ചിന്തിക്കുന്നത്. അപ്പോൾ സ്വരാജിൻ്റെയൊക്കെ പോസ്റ്റുകൾ കണ്ടപ്പോൾ യുദ്ധത്തെ എതിർക്കുന്നു. അതുകൂടാതെ തന്നെ ആദ്യഘട്ടത്തിൽ ഇവർ പറഞ്ഞത് ഇന്ത്യ എന്താണ് തിരിച്ചടിക്കാത്തത്, ഇന്ത്യക്ക് ആർജവമില്ലേ എന്ന് പറഞ്ഞ അണികളുമുണ്ട്. അതുകൂടാതെ തന്നെ ഈ തഹാവൂർ ഹുസൈൻ റാണയ്ക്കൊക്കെ കേരളത്തിലുള്ള ബന്ധം, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സൂത്രധാരൻ, അയാൾ കേരളത്തിൽ ലാബ് ടെക്നീഷ്യനായി പഠിച്ചിരുന്നു തുടങ്ങിയ അപകടകരമായ പല വസ്തുതകളും വരുന്നു. അതായത് റാണയാണ് ഈ 9 കേന്ദ്രങ്ങൾ, 9 കൂടുതൽ കേന്ദ്രങ്ങളുണ്ട്, ഈ ആക്രമിക്കപ്പെടേണ്ട കേന്ദ്രങ്ങൾ കാണിച്ചു കൊടുത്തത് റാണയാണെന്ന് പറയാം. അപ്പോൾ എത്രമാത്രം അപകടകരമാണത്? തീർച്ചയായിട്ടും. ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ സ്വരാജ് പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ സ്വരാജിനെ പോലുള്ള നേതാക്കളുടെ ഇരട്ടത്താപ്പാണ് ഒരു പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നത്. അവരിങ്ങനെയുള്ള ഉപദേശം അവരുടെ പാർട്ടി കാഡറിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കേരളത്തിലെ അക്രമ രാഷ്ട്രീയമെങ്കിലും ഒന്ന് കുറഞ്ഞു കിട്ടും. കാരണം ഈ CPM കൊലപ്പെടുത്തുന്ന ആളുകൾക്കും കുടുംബങ്ങളുണ്ട്, കുട്ടികളുണ്ട്, അവരെയൊക്കെ കുറിച്ചും ചിന്തിക്കണം. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ ഈ രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പം, അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനുമായിട്ടൊരു ഇഷ്യൂ വരുമ്പോൾ മാത്രം ഈ പറഞ്ഞ പോലെ ഒരു സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം അത് ഇവരുടെ ഒരു ഐഡിയോളജിക്കൽ പ്രശ്നമാണോ അതോ ഇവർക്ക് നമ്മുടെ രാജ്യത്തോടുള്ള പ്രശ്നമാണോ എന്നത് ഇവർ തന്നെ ഉത്തരം പറയേണ്ട കാര്യമാണ്. കാരണം മറുഭാഗത്ത് ഇവർ അഴിച്ചുവിടുന്ന ഒരു അക്രമ രാഷ്ട്രീയമുണ്ട്. അതിനെ വെച്ച് വേണം നമ്മൾ ഈ പറഞ്ഞ ഇവർ ഓരോ എടുക്കുന്ന ഐഡിയോളജിക്കൽ പൊസിഷനെ നമ്മൾ താരതമ്യം ചെയ്യാം. അപ്പോൾ അതുമായി ചേർന്ന് നിൽക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം CPMൻ്റെ ഒരു അക്രമ രാഷ്ട്രീയം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വരാജ് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സമാധാനമൊന്നും ഈ പറഞ്ഞ പോലെ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാൻ വിഷയങ്ങളിൽ മാത്രം ഇവർ സമാധാന പ്രേമികളായി മാറുകയും യുദ്ധമൊന്നിനൊരു പരിഹാരമല്ല എന്ന് പറയുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ മറുഭാഗത്ത് ഇവർ തന്നെ വളരെ താഴെ ഗ്രാസ് റൂട്ട് ലെവലിൽ പോലും അക്രമം അഴിച്ചു വിടുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. നമുക്ക് കേരളത്തിൽ പോലും കാണാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അവിടെയാണ് ഇതൊരു ഹിപ്പോക്രസി ആയിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നു. പിന്നെ തഹാവൂർ ഹുസൈൻ റാണ പറഞ്ഞ കാര്യങ്ങൾ, അതിൽ നമുക്ക് ശരിക്കും അങ്ങനെ ഒരു ലീഡ് കിട്ടിയത് വളരെ നല്ല ലീഡാണ് ആക്ച്വലി. കാരണം അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഞങ്ങൾ വളരെ സ്ട്രാറ്റജിക്കായിട്ട് ടെററിസ്റ്റ് ക്യാമ്പുകളെ മാത്രമേ ആക്രമിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ സാധിക്കുന്നത്. കാരണം ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരിക്കലും ഒരു സിവിലിയൻ ഡാമേജ് അവിടെ ഉണ്ടാക്കിയിട്ടില്ല, ഒരു മിലിറ്ററി ഡാമേജ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള തീവ്രവാദികളിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജിക് റിറ്റാലിയേഷൻ നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് തീർച്ചയായും ഇപ്പോൾ റാണയൊക്കെ ട്രെയിൻ ചെയ്യപ്പെട്ടത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ മർക്കസെ തൈബ എന്ന് പറയുന്ന ലഷ്കറിൻ്റെ ഫെസിലിറ്റിയിലാണ് റാണ അജ്മൽ കസബ് ഇവരൊക്കെ ട്രെയിൻ ചെയ്യപ്പെട്ടത്. പിന്നെ നമ്മൾ ബഹാവൽപൂരിലെ മർക്കസ് സുബാനുള്ള എന്ന് പറയുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് അടിച്ചിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ മൗലാന മസൂദ് അസറിൻ്റെയൊക്കെ കേന്ദ്രമാണിത്. പിന്നെ തെഹ്റാൻ കാല എന്ന് പറയുന്ന നാരോവാളിലൊരു ഫെസിലിറ്റിയാണിത്. ഇത് ജെയ്ഷെ മുഹമ്മദ് ഈ പറഞ്ഞ പോലെ ക്രോസ് ബോർഡർ ഇൻഫിൽട്രേഷനും ആംസ് സ്മഗ്ലിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്. ഇവർ പലപ്പോഴും ഈ പറഞ്ഞ പോലെ സ്കൂളുകളെ അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക ഒന്നൊരു പ്രൈവറ്റ് ഹെൽത്ത് സെൻറ്റർ പോലത്തെ ഒരു സെറ്റപ്പായിരുന്നു, അതിനെയൊക്കെ കൂടെ മാറ്റിയെടുത്തിട്ട് ഒരു ടെററിസ്റ്റ് ട്രെയിനിങ് ഫെസിലിറ്റിയാക്കി മാറ്റുക. അങ്ങനെയുള്ള സ്ഥലങ്ങളെ തെരഞ്ഞു പിടിച്ച് നമ്മൾ ആക്രമിക്കുകയാണ് ചെയ്തത്. ഈ സ്ഥലങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പാകിസ്ഥാന് ഞങ്ങളെ ആക്രമിച്ചു, ഞങ്ങളുടെ ഇന്ന സ്ഥലങ്ങളിൽ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി മുന്നിൽ പോയി കരയാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതെല്ലാം ടെററിസ്റ്റ് ട്രെയിനിങ് ക്യാമ്പാണെന്നുള്ള കാര്യം ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ അവിടെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചൊരു വല്ലാത്തൊരു കുടുക്കിലായി പോയിട്ടുണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ. കാരണം ഒരു ഭാഗത്ത് അടി കിട്ടുന്നു, പക്ഷെ അതിനോട് തിരിച്ച് പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു റെസ്പോൺസ് നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരിപ്പം തിരിച്ചടിക്കുകയാണെന്ന് തന്നെ സങ്കല്പിക്കാം നമുക്ക്. അവർക്ക് ഒരിക്കലും ഞങ്ങൾ ഇന്ത്യയിലെ ഇന്ന ടെററിസ്റ്റ് ലൊക്കേഷൻസ് ആക്രമിച്ചു എന്ന് പറയാൻ അവർക്ക് സ്കോപ്പില്ല. അപ്പോൾ അവരാക്രമിക്കുകയാണെങ്കിൽ അതൊരു സിവിലിയൻ ഡാമേജാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സിവിലിയൻ ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ അവിടെ യുദ്ധത്തിന് തുടക്കമിടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ റിറ്റാലിയേഷൻ ഉണ്ടാകും. അത് വലിയ തോതിൽ പാകിസ്ഥാന് വലിയ ഡാമേജസ് ഉണ്ടാക്കാനും പോകുന്നുണ്ട്. പിന്നെ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ താങ്കൾ സൂചിപ്പിച്ച വളർന്നു വരുന്നൊരു നെറ്റ്വർക്ക്, ഈ പണ്ട് പ്രധാനമന്ത്രിയുടെ വിസിറ്റുമായി ബന്ധപ്പെട്ടൊരു കേരള പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ലീക്കായിട്ടുണ്ടായിരുന്നത്. മാധ്യമപ്രവർത്തകർക്കും എല്ലാവർക്കും അതിൻ്റെ ആക്സസ് ഉണ്ടായിരുന്നു. ഒരു PDF ഫോർമാറ്റിൽ എല്ലാവരും വാട്സാപ്പിലൊക്കെ പങ്കുവെച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിൽ സ്പെസിഫിക്കലി കേരള പോലീസ് കേരളത്തിൽ വളർന്നു വരുന്ന ചില എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇവരെല്ലാം ഒരു ഭീഷണിയാണ്, ഇതൊക്കെ എന്താ പറയുക, അതിൽ പേരെടുത്ത് പറയുന്നുണ്ട് ചില ഗ്രൂപ്പുകളെ കുറിച്ച്. അപ്പം കേരളം ഒരു കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇതുപോലുള്ള ഈ ടെറർ നെറ്റ്വർക്ക്സിന് വലിയ ഒരു സപ്പോർട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചറായി മാറുന്നുണ്ട് ഇവിടെ പല കാര്യങ്ങളിലും. ഇപ്പോൾ PFI പോലുള്ള സംഘടനകൾക്ക് ഇവിടെ വളർന്നു വലുതാവാൻ പറ്റി. ISISലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് വലിയ തോതിൽ നടന്നിട്ടുണ്ട് ഇവിടുന്ന്. ഈ 100ഓളം ആളുകളുടെ പേര് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ എടുത്ത് പറയുന്നുണ്ട്, ആ ലിസ്റ്റ് പ്രകാരം പറയുന്നുണ്ട്.
അപ്പം ISISലേക്ക് ഒരു 100 ആളുകളെ റിക്രൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ നെറ്റ്വർക്ക് എത്ര സ്ട്രോങ് ആയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു എന്താ പറയുക, ഒരു പ്രൈവറ്റ് കമ്പനി വന്നിട്ടൊരു HR റിക്രൂട്ട്മെന്റ് നടത്തിയാൽ പോലും അവർക്ക് ഇത്ര പെട്ടെന്ന് ആൾക്കാരെ കിട്ടില്ല. അവിടെയാണ് 100ഓളം ആളുകളെ വളരെ എന്താ പറയുക ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാകത്തിൽ അവർ അതിലേക്ക് മോട്ടിവേറ്റ് ചെയ്ത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് അതിലേക്ക് മാറ്റുകയാണ്, കൺവേർട്ട് ചെയ്തുകൊണ്ട് എടുക്കുകയാണ് അവർ. അപ്പോൾ അങ്ങനെ ഒരു വലിയ അപ്പോൾ ഈ 100 ആളുകളെന്ന് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പണ്ട് കേരള സ്റ്റോറി വന്നപ്പോൾ വലിയ തോതിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു 30,000 എന്ന് പറഞ്ഞിട്ട്. പക്ഷെ 30,000 എന്ന് പറഞ്ഞ ഫിഗർ അതൊരു ഇമാജിനേറ്റീവ് അല്ലെങ്കിൽ അതൊരു ക്രിയേറ്റീവ് ആസ്പെക്റ്റിൽ നമ്മൾ കണ്ട് തള്ളിക്കളയുകയാണെങ്കിൽ പോലും 100 ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനുള്ളൊരു നെറ്റ്വർക്ക് ഇവിടെ പടർന്ന് പന്തലിച്ച് കിടപ്പുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെയാണ് എങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഇവർ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ടോ, ഇതുപോലുള്ള തീവ്രവാദികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സോഴ്സസ് എവിടെന്നെങ്കിലുമൊക്കെ പുറത്തേക്ക് വരികയാണെങ്കിൽ അത് വലിയ തോതിൽ നമുക്കൊരു വലിയ ടെറർ നെറ്റ്വർക്കിനെ തന്നെ എക്സ്പോസ് ചെയ്യാൻ സാധിക്കും. വേറൊന്ന്, ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അവിടുത്തെ ഇത്തരത്തിൽ ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് തകർത്തത്. അവരുടെ സൈനിക കേന്ദ്രങ്ങളിലോ ജനവാസ മേഖലയിലോ ഒന്നും പോയിട്ടില്ല. പക്ഷേ എന്നാലും പാകിസ്ഥാന് ഈ പ്രകോപനം ഭയങ്കരമായിട്ടുണ്ടാവുകയാണ്. അപ്പോൾ ആ ഭീകരവാദത്തെ ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യം എന്ന തരത്തിൽ തന്നെ അതിനെ കാണേണ്ടി വരില്ലേ? ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ ശവസംസ്കാര ചടങ്ങിലാണെങ്കിലൊക്കെ തന്നെ അവിടെ ആർമി ഓഫീസേഴ്സ് ഒക്കെയാണ് പോകുന്നത്. പട്ടാളം എത്രത്തോളം തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. അതുപോലെ മസൂദ് അസറിന് കൊടുക്കുന്ന സെക്യൂരിറ്റി, എന്നിട്ട് പോലും മസൂദ് അസറിന്റെ കുടുംബത്തിലെ 10 പേരെ കൊന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ എല്ലാ കാലത്തും അവിടുത്തെ പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ ടെററിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടെററിസ്റ്റുകൾ എന്ന് പറയുന്നത് അവരുടെ ഒരു ഓൾട്ടർനേറ്റീവ് പട്ടാളം പോലെ തന്നെയാണ്. കാരണം ഇവരുടെ ആർമിയും ടെററിസ്റ്റും കൊളാബറേറ്റ് ചെയ്തിട്ടാണ് എപ്പോഴൊക്കെ അവർ യുദ്ധം ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ചെയ്തിട്ടുള്ളത്. അതിപ്പം 47-ലെ ആ ഒരു ട്രൈബൽ വാർഫെയർ ആണെങ്കിലും അല്ലെങ്കിൽ 71-ലെ യുദ്ധമാണെങ്കിലും എല്ലാത്തിലും തീവ്രവാദികൾക്കൊരു വലിയ പങ്കുണ്ടാവും. കാർഗിൽ വാർ ആണെങ്കിലും ഇനി അല്ല ഈ പറഞ്ഞ പോലെ അഖ്നൂറിലും കാലുചക്കിലും ഒക്കെ പലപ്പോഴായിട്ടുള്ള അറ്റാക്സ് ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ തന്നെ തീവ്രവാദികളാണ് ഇതിലെ വലിയ കോൺട്രിബ്യൂട്ടേഴ്സ് ഇവർക്ക്. അപ്പോൾ ഇവരുടെ ആർമിയുടെ മറ്റൊരു വിങ് ആയിട്ട് തന്നെ വേണം നമ്മൾ ഈ തീവ്രവാദികളെ കാണുക. അപ്പം പാകിസ്ഥാൻ ഒരു എന്താ പറയുക ഒരു ടെററിസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് ശരിക്കും പ്രഖ്യാപിക്കേണ്ട സമയം കഴിഞ്ഞു. അന്താരാഷ്ട്ര സമൂഹത്തിന് അറിയാത്ത കാര്യമല്ല, പക്ഷേ എങ്കിൽ പോലും എങ്ങനെയോ പാകിസ്ഥാൻ പിടിച്ചു നിൽക്കുന്നുണ്ട്. മറ്റേ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ഗ്രേ ലിസ്റ്റിലായിരുന്നു പാകിസ്ഥാൻ 2022 വരെ, 18-നും 22-നും ഇടയിൽ. പ്രത്യേകിച്ച് ഈ ടെറർ ഫിനാൻസിംഗ് ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാരണം കൊണ്ടാണ് ചില രാജ്യങ്ങളെ ഗ്രേ ലിസ്റ്റിലും ചിലത് ബ്ലാക്ക് ലിസ്റ്റും ഒക്കെ ആവുന്നത്. അപ്പം വീണ്ടും പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പാകിസ്ഥാന് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടും പാകിസ്ഥാൻ അതിലേക്ക് വരാനുള്ള ചാൻസസ് വളരെയധികമാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ്റെ ഇക്കോണമിയെ വലിയ തോതിൽ തകർക്കും. അപ്പോൾ അത് വലിയ നഷ്ടങ്ങളാണ് പാകിസ്ഥാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം പാകിസ്ഥാൻ ഈ ഒരു അവസ്ഥയിൽ അവർക്ക് എന്താ പറയുക ഇന്ത്യയെ നേരിടാനുള്ളൊരു സ്ട്രെങ്ത് അവർക്ക് ഇല്ല. അതുമാത്രമല്ല, ഇപ്പോൾ അതിർത്തിയിൽ എന്നാൽ അവർ പ്രകോപനം തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ ഷെല്ലിംഗ് നടക്കുന്നുണ്ട് അവിടെ, ക്രോസ് ബോർഡർ ഫയറിംഗ് നടക്കുന്നുണ്ട്. അത് സിവിലിയൻ ലൈഫ്സിനാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ ശരിക്കും ഇന്ത്യ ഒരു റെസ്പോൺസിബിൾ രാജ്യമാണ് എന്ന കാര്യം ശരിക്കും മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ത്യ ടാർഗറ്റ് ചെയ്തത് വെറും ടെററിസ്റ്റ് ക്യാമ്പുകളെയും പാകിസ്ഥാൻ ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത് നേരെ മറിച്ച് സിവിലിയൻ ലൈഫാണ്. അപ്പോൾ അവിടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു വ്യത്യാസം നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതൊരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോയി കഴിയുകയാണെങ്കിൽ പാകിസ്ഥാൻ എന്തുകൊണ്ടും ഒരു യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. 90 മണിക്കൂറിൽ കൂടുതൽ 10 മാക്സിമം. പക്ഷേ ഈ 90 മണിക്കൂറാണ് ബേസിക്കലി എല്ലാവരും പറഞ്ഞൊരു കാര്യം. അതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് പറ്റില്ല. കാരണം അവരുടെ പല എയർക്രാഫ്റ്റ്സ് ഒക്കെ തന്നെ ഇപ്പോൾ F-16 ആണെങ്കിലും JF-17 ആണെങ്കിലും ഒക്കെ തന്നെ ഓപ്പറേഷണൽ കണ്ടീഷനിലല്ല. അത് മാത്രമല്ല, ഇപ്പം അവിടെ ചൈനയുടെ ഒരു വലിയ മിസൈലായിരുന്നു അവർ ഏറ്റവും വലിയ സംഭവമായിട്ട് വെച്ചിരുന്നത്. അത് ഇന്ത്യൻ റാഫേൽ വിമാനങ്ങൾ ഉപയോഗിച്ച് അത് പൂർണ്ണമായും തകർത്തു. അതെ അതെ. അപ്പോൾ അത്തരത്തിൽ സൈനിക ശക്തിയിൽ ഒന്നുമല്ല. തീർച്ചയായിട്ടും. മാത്രമല്ല അവരുടെ ഡിഫൻസ് മെക്കാനിസം എത്ര വീക്കാണെന്ന് നമുക്കിപ്പം കാണിച്ചു കൊടുക്കാനും സാധിച്ചു. കാരണം നമ്മുടെ വിമാനങ്ങൾ പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നിട്ടാണ് ഈ പറഞ്ഞ പോലെ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ അവരുടെ സർവൈലൻസിൽ ഒന്നും പെടാതെ നമുക്ക് അവിടെ പറന്നു ചെന്ന് ആക്രമിച്ച് വരാൻ പറ്റുമെങ്കിൽ അതെ അതെ അതെ, ഇത് വേറൊരു ട്രെയിലർ മാത്രമാണ്. ഞങ്ങൾക്ക് ഇത്ര ചെയ്യാൻ സാധിക്കുമെന്ന് ഇന്ത്യ കാണിച്ചു കൊടുത്തു. ഇനി അവരൊരു ഫുൾ സ്കെയിൽ വാറിലേക്ക് വരികയാണെങ്കിൽ നമുക്കിതിനപ്പുറം ചെയ്യാൻ പറ്റുന്നുള്ളത് പാകിസ്ഥാനും അറിയാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ വെല്ലുവിളികളും ഈ ചില ഭീഷണികളും അവിടെ ഇവിടെയൊക്കെയുള്ള ഷെല്ലിങ്ങും അതിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ പോകാനുള്ളൊരു അവസ്ഥയിലല്ല പാകിസ്ഥാൻ ആക്ച്വലി ഉള്ളത്. കാരണം ഈ സമയത്ത് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ടെറർ ക്യാമ്പ് അറ്റാക്ക് ചെയ്തതിൻ്റെ ഒരു 20 മണിക്കൂർ മുമ്പായിട്ട് ബലോച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ ആർമിയിൽ 17 പട്ടാളക്കാരെ കൊന്നിട്ടുണ്ട്, ബോംബിട്ടിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. അപ്പോൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരുപാട് പാകിസ്ഥാനിന് എതിരെ നിൽക്കുന്ന ഒരുപാട് ഫോഴ്സസ് ഉണ്ട്. ബലോച്ച് ലിബറേഷൻ ആർമി,
തെഹ്രീക്കെ താലിബാൻ എന്നൊക്കെ പറഞ്ഞ് ചില ഫോഴ്സസ് ഉണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് യുദ്ധത്തിന് ഒരുങ്ങിക്കഴിഞ്ഞാൽ പാകിസ്ഥാനെ അടിക്കാനുള്ള ഒരു അവസരമായിട്ട് കാണുന്ന ഒരുപാട് ഫോഴ്സസ് പാകിസ്ഥാനുള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ ഒരു യുദ്ധം എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരിക്കലും ഒരു പോസിബിലിറ്റി അല്ല ഈ സമയത്ത്. ഓക്കെ.